Dear students, അടുത്ത ടോപ്പിക്ക് നമുക്ക് ലിങ്ക് ആക്സസ് പ്രൊസീജിയേഴ്സ് ആണ്. ലിങ്ക് ആക്സസ് പ്രൊസീജിയറിന് നമ്മൾ രണ്ട് കാറ്റഗറീസ്, അതായത് ഇത് നെറ്റ്വർക്ക് ലിങ്ക്സിനെയാണ് നമ്മൾ പറയുന്നത്. ലിങ്ക് ആക്സസ് പ്രൊസീജിയേഴ്സ്, ആ നെറ്റ്വർക്ക് ലിങ്കിനെ നമ്മൾ രണ്ടായിട്ട് പറയാം: പോയിന്റ് ടു പോയിന്റ് കണക്ഷൻസ് ആൻഡ് യൂസിങ് ബ്രോഡ്കാസ്റ്റ് ചാനൽസ്. എന്താണ് പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ, അത് ഒരു സെൻറ്ററിനും റിസീവറും മാത്രം, വേറെ ഒരു ഡെഡിക്കേഷൻ ആ ലിങ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇടയ്ക്ക് വേറെ പോർഷൻസ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, എല്ലാം ഈ പോയിന്റ് ടു പോയിന്റിൽ കൂടി നമുക്ക് അയക്കുന്നത് ഒരു സ്വിച്ചസ് അല്ലെങ്കിൽ മെസ്സേജസ് ആയിട്ടോ, അല്ലെങ്കിൽ അത് ഗ്രൂപ്പ് ഓഫ് ഇൻഫർമേഷൻ, ഇറ്റ്സ് കോൾഡ് പാക്കറ്റ്സ്, അങ്ങനെ അയക്കും. അത് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷൻ വരെ. നെക്സ്റ്റ് വൺ ഈസ് ബ്രോഡ്കാസ്റ്റ് ലിങ്ക് അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ചാനൽസ്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ഒരു ലിങ്ക് ഈസ് ഷെയർഡ് ബൈ മൾട്ടിപ്പിൾ ഡിവൈസസ്. ആ ഒരു ലിങ്ക് എന്നുള്ളത് സെൻറ്ററിന് റിസീവറിനുള്ള ലിങ്കിന് കുറേ പേര് ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് കൊടുക്കുന്നതിനെയാണ് ബ്രോഡ്കാസ്റ്റ് ലിങ്ക് എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോക്കോൾസ് എന്നുള്ളത് മൂന്ന് ഗ്രൂപ്പായിട്ട് പറയാം: റാൻഡം ആക്സസ് പ്രോട്ടോക്കോൾസ്, കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോക്കോൾസ്, ഇനി ഒരെണ്ണമുണ്ട് ചാനലൈസേഷൻ. ദറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, പക്ഷേ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഇതിൽ വരുന്നില്ല. ചാനലൈസേഷൻ എന്നാണ് പറയുക. ചാനലൈസേഷൻ അതായത് FDMA, CDMA, TDMA എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അതിലാണ് അത് വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ റാൻഡം ആക്സസ് പ്രോട്ടോക്കോൾസ് പ്രോട്ടോക്കോൾസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ അലോഹ എന്ന് പറയും, CSMA, CD, CSMA, CE. They are used in LANലും WANലും യൂസ് ചെയ്യുന്നുണ്ട് ആ പ്രോട്ടോക്കോൾസ്. നെക്സ്റ്റ് വൺ ഈസ് കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോക്കോൾസ്. ഇത് നമുക്ക് റിസർവേഷൻ, പോളിംഗ് ആൻഡ് ടോക്കൺ പോസിംഗ് ആയിട്ട് ഉള്ളതാണ് കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോക്കോൾസ്. ഇനി മൂന്നാമത്തത് പറഞ്ഞത് ചാനലൈസേഷനാണ്. അത് TDMA, FDMA, CDMA. ഓക്കെ, റാൻഡം ആക്സസ് പ്രോട്ടോക്കോൾസിൻ്റെ എന്താണ് ഫീച്ചേഴ്സ്? ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഇതിൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് ടൈമായിട്ട് ഇതിൽ സ്പെസിഫൈ ചെയ്യുന്നില്ല ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. റാൻഡം ആക്സസ് പ്രോട്ടോക്കോൾ ആൻഡ് സ്റ്റേഷൻസ് കമ്പീറ്റ് വിത്ത് വൺ അനദർ ടു ആക്സസ് ദ മീഡിയം. ദീസ് ആർ കോൾഡ് കണ്ടൻഷൻ. സ്റ്റേഷൻസ്, ഓരോ സ്റ്റേഷൻസും ഈ മീഡിയം, അതായത് ട്രാൻസ്മിഷൻ മീഡിയത്തിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേഷൻ നോക്കും, ആ മീഡിയത്തിലാണെങ്കിൽ അടുത്ത സ്റ്റേഷൻ നോക്കും, ഏതെങ്കിലും ഒന്നായിട്ട് അത് ഫുള്ളും എൻഗേജ്ഡ് ആയിരിക്കും. ഓക്കെ, അതാണ് കണ്ടൻഷൻ എന്ന് പറയുക അതിന്. ഓക്കെ, രണ്ട് ഫീച്ചേഴ്സാണ് ഇതിൽ പറയുന്നത്. ഈ വാട്ട് ഈസ് മീൻ ബൈ അലോഹ? അഡിറ്റീവ് ലിങ്ക്സ് ഓൺലൈൻ ഹവായ് ഏരിയ എന്നാണ് പറയുക. അലോഹ പറഞ്ഞാൽ അഡിറ്റീവ് ലിങ്ക്സ് ഓൺലൈൻ ഹവായ് ഏരിയ. എന്താണ് അതെന്ന് പറഞ്ഞാൽ, എ നോഡ് ട്രാൻസ്മിറ്റ്സ് വെനെവർ data is available to send. If another node transmits at the same time, a collision occurs and the frames that were transmitted are lost. അപ്പോൾ എപ്പോഴൊക്കെ ഡേറ്റ ഉണ്ടോ അപ്പോഴൊക്കെ ഇങ്ങനെ അയക്കുക ചെയ്യും. അപ്പോൾ ഇതിൽ നമുക്ക് വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ, വേറെ നോഡാണെങ്കിലും സെയിം ടൈമിൽ തന്നെ നമുക്ക് ചെയ്യും. അത് ഫ്രീ ആണെന്ന് കാണുമ്പോൾ അതിനെപ്പോഴൊക്കെ ഡേറ്റ കിട്ടും അതിങ്ങനെ അയക്കും. അപ്പോൾ കൊളീഷ്യൻസ് ആണ് ഇതിൽ വരിക. അപ്പോൾ ഈ അലോഹയിൽ രണ്ട് ടൈപ്പുകളുണ്ട്: പ്യുവർ അലോഹ ആൻഡ് സ്ലോട്ടഡ് അലോഹ. പ്യുവർ അലോഹയിൽ ഉദാഹരണം വെച്ച് പറയാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ 4 സ്റ്റേഷൻസ് ഉണ്ട്. ഇതിൽ ഓരോ സ്റ്റേഷൻസ് ഓരോ ഫ്രെയിം വെച്ചിട്ടാണ് അയക്കുന്നത്. ഓക്കെ, ഇതിൽ കാണുമ്പോൾ തന്നെ, ഈ ഡയഗ്രാം കാണുമ്പോൾ തന്നെ അറിയാം, 4 സ്റ്റേഷൻസ് ഇങ്ങനെ ഡേറ്റ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഡേറ്റ മറ്റൊരു ഡേറ്റ ആയിട്ട് ഇൻ്റർഫിയർ ചെയ്യുകയാണെങ്കിൽ അതൊന്നും നമുക്ക് കറക്റ്റ് ഡേറ്റ കിട്ടുന്നില്ല, കറക്റ്റ് ഫ്രെയിം ആയിരിക്കില്ല ഡെസ്റ്റിനേഷനിൽ. അപ്പോൾ കറക്റ്റ് ഡെസ്റ്റിനേഷനുള്ള ഫ്രെയിംസ് എന്ന് പറയുന്നത് ഏതൊക്കെ? 1 ഫ്രെയിം ഫ്രം സ്റ്റേഷൻ 1. ഈ സ്റ്റേഷൻ 1 എന്ന് വരുന്ന ഈ ഒരു ഫ്രെയിമും 1 ഫ്രം സ്റ്റേഷൻ 3 വരുന്ന ഇത് മാത്രം. ബാക്കിയൊക്കെ ഇങ്ങനെ കൊളീഷ്യൻസ് വരും. മനസ്സിലായോ? അപ്പോൾ ഇതാണ്, ഇറ്റ് ഡസൻ ചെക്ക് വെദർ ദ ചാനൽ ബിസി ആണോ ഇല്ലയോ ഒന്നും നോക്കില്ല. അതിനെയാണ് നമ്മൾ പ്യുവർ അലോഹ എന്ന് പറയുന്നത്. ഇത് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായതാണ്, അതിനുശേഷം ഇങ്ങനെ ഓരോന്ന് റെക്ടിഫൈ ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സ്ലോട്ടഡ് അലോഹ. സ്ലോട്ടഡ് അലോഹയിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഓരോ സ്ലോട്ട് കൊടുക്കുക.
അപ്പോൾ ആ പെർട്ടിക്കുലർ സ്ലോട്ടിൽ മാത്രമാണ് അത് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫിയറിങ് പോലെ വരില്ല. പക്ഷെ ആ ഒരു ഡേറ്റ ഇങ്ങനെ അയക്കുമ്പോൾ ആ ഒരു സ്ലോട്ട്, ഇപ്പോൾ ഫസ്റ്റ് സ്ലോട്ട് സെക്കൻഡ് സ്ലോട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ 1 എന്നുള്ളത് ഫസ്റ്റ് സ്ലോട്ടിൽ അയച്ചു, തേർഡ് സ്ലോട്ടിൽ അയച്ചു. സ്റ്റേഷൻ 2യുടെ ഡേറ്റ ഉള്ളത് സെക്കൻഡിൽ 4th അയച്ചു, തേർഡിൽ 2nd 6th അയച്ചു, സെക്കൻഡും 6th അയച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അത് നോക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഇതിൽ വരുന്നതൊക്കെ കൊളീഷ്യനാണ്, ഇതും കൊളീഷ്യനാണ്. ഓക്കെ, അപ്പോൾ ഈ 3ഉം ഈ 4ഉം മാത്രമേ കറക്റ്റ് ഡേറ്റ ഫ്രെയിമായിട്ട് നമുക്ക് എത്തുന്നത്. അപ്പോൾ ഇങ്ങനെ സ്ലോട്ട് ചെയ്ത് പറയുന്നതിനെയാണ് സ്ലോട്ടഡ് അലോഹ എന്ന് പറയുന്നത്. അലോഹ പറഞ്ഞാൽ അഡിറ്റീവ് ലിങ്ക് എന്താ, അഡിറ്റീവ് ലിങ്ക് ഓൺലൈൻ ഹവ ഏരിയ എന്നാണ് പറയുന്നത്. ഓക്കെ, സ്ലോട്ടഡ്. ഇനി ഇതിൽ അടുത്ത് നമ്മൾ നോക്കുന്നത് CSMA, കാരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് ആണ് CSMA എന്ന് പറയുന്നത്. ഇതെന്താ ശരിക്കും എന്ന് പറയുന്നത്, നമ്മൾ ട്രാൻസ്മിഷൻ മീഡിയത്തിന് ആദ്യം സെൻസ് ചെയ്യും. ഓക്കെ, നമ്മുടെ ട്രാൻസ്മിറ്ററിൽ നിന്ന് പോകുമ്പോൾ ട്രാൻസ്മിഷൻ മീഡിയം എന്നുള്ളത് ഐഡിയലാണോ ബിസി, ഇപ്പോൾ ഇതിലൊക്കെ നമ്മൾ കണ്ടേക്കുന്നത് ബിസി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ചെക്ക് ചെയ്യുന്നില്ല, പക്ഷേ CSMA തൊട്ടിട്ട് ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആ ട്രാൻസ്മിഷൻ മീഡിയം എന്നുള്ളത് ഐഡിയലാണോ ബിസി ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇറ്റ് വെരിഫൈസ് ദ ആബ്സെൻസ് ഓഫ് അതർ ട്രാഫിക് ബിഫോർ ട്രാൻസ്മിറ്റിംഗ്. ഓക്കെ, എന്നിട്ട് അത് ഉണ്ടെങ്കിൽ മാത്രമേ അത് ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. അതായത് ഇഫ് ദ മീഡിയം ഈസ് ഐഡിയലാണെങ്കിൽ മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് CSMA പറഞ്ഞത്. ഇഫ് എ കാരിയർ ഈസ് സെൻസ്ഡ് ദ നോഡ് വെയിറ്റ്സ് ഫോർ ദ ട്രാൻസ്മിഷൻ ഇൻ പ്രോഗ്രാം ടു എൻഡ് ബിഫോർ ഇനിഷ്യേറ്റിംഗ് ഇറ്റ്സ് ഓൺ ട്രാൻസ്മിഷൻ. അത് ഇപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്ന് അയക്കുകയാണ്. ഇഫ് സ്റ്റേഷൻ A എന്നുള്ളത് സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം സെൻസ് ചെയ്യും. ഓക്കെ, ഈ ഒരു ടൈമിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്മിഷൻ മീഡിയം സെൻസ് ചെയ്യും. അതേ ട്രാൻസ്മിഷൻ മീഡിയം തന്നെ ഇതാണ് ട്രാൻസ്മിഷൻ മീഡിയം എന്ന് വെച്ചാൽ ഇത് സെൻസ് ചെയ്യും, ഇതും സെൻസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ബിസി ആണെന്നുണ്ടെങ്കിൽ ഇത് അയക്കില്ല, ഇതും അയക്കില്ല, ഇതും അയക്കില്ല. അപ്പോൾ ഇത് ഐഡിയലാവുമ്പോഴാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുക. ഇതിങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഇത് നോക്കും, ഇതും ഇപ്പോൾ ഇത് ഐഡിയലാണെങ്കിൽ ഇത് സെൻഡ് ചെയ്യും. അങ്ങനെയാണ് ഇത് വരിക. ഓക്കെ, by the time the first bit of data is transmitted from station A, requested to send data and senses the medium. ഐഡിയലാണെങ്കിൽ ഇതയക്കും. ഓക്കെ, അല്ലെങ്കിൽ കൊളീഷൻ വരുമെന്ന് വെച്ചിട്ട്. ഇനി ഇതിൽ നമുക്ക് ഈ ട്രാൻസ്മിഷന് കുറച്ച് അൽഗോറിതംസ് ഉണ്ട്. 1 persistent, non persistent, P persistent ആൻഡ് O persistent. ഇങ്ങനെ 4 അൽഗോറിതം ബേസ് ചെയ്തിട്ടാണ് ട്രാൻസ്മിഷൻ മീഡിയം. ഇനി 1 persistent എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ നോഡ് എന്നുള്ളത് ഈസ് റെഡി ടു ട്രാൻസ്മിറ്റ് ആകുമ്പോൾ ഇറ്റ് സെൻസസ് ദ മീഡിയം ഫോർ ഐഡിയൽ ഓർ ബിസി. ഇത് ഐഡിയലാണെങ്കിൽ അപ്പം തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യും, ബിസി ആണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഇറ്റ് സെൻസസ് ദ മീഡിയം കണ്ടിന്യൂസ്ലി. അതായത് ആ മീഡിയത്തിന് ഇങ്ങനെ കണ്ടിന്യൂസ്ലി അടുത്തടുത്ത ഡേറ്റ കൊടുത്തിട്ട് നോക്കുകയാണ്, ബിസിയാണോ എപ്പോൾ വരെ, ഐഡിയലാവുന്നവരെ. ഓക്കെ, അതാണ് 1 persistent പ്രത്യേകത. കണ്ടിന്യൂസ്ലി ഇറ്റ് വിൽ ചെക്ക് ചെയ്യും. ഓക്കെ, അതാണ് 1 persistent എന്ന് പറയാം. ഇത് മെയിനായിട്ട് എവിടെ യൂസ് ചെയ്യണേ? CSMA CD പറഞ്ഞ ആ സിസ്റ്റത്തിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നോൺ പെർസിസ്റ്റൻ്റ് എന്താ? ഇറ്റ് ഈസ് നോൺ അഗ്രസീവ് ട്രാൻസ്മിഷൻ അൽഗോരിതം. ഇത് എങ്ങനെയെന്ന് പറഞ്ഞാൽ when the transmitting medium is ready to transmit, it senses the medium. ഇഫ് ഐഡിയലാണെങ്കിൽ transmit immediately. If busy ആണെങ്കിൽ it waits for a random of time before repeating the whole logic cycle. അതെന്ത് ചെയ്യും? അത് കുറച്ച് പിന്നെ കണ്ടിന്യൂസ്ലി അല്ല നോക്കണേ, കുറച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കും, പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കും. എന്നാലും ഈ ഒരു സീക്വൻസ് ഇല്ല. ആദ്യത്തെ 2 മിനിറ്റ് നോക്കുക, പിന്നത്തെ 2 മിനിറ്റ് നോക്കുക, അങ്ങനെയല്ല നോക്കുന്നത്. ഒരു റാൻഡം സ്റ്റൈലിലാണ് അത് നോക്കുന്നത്. ഇറ്റ് വിൽ വെയിറ്റ്സ് ഫോർ എ റാൻഡം ഓഫ് ടൈം. അതാണ് നോൺ പെർസിസ്റ്റൻ്റ്. ഓക്കെ, നെക്സ്റ്റ് ആണ് P persistent. P persistent എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അപ്രോച്ച് ബിറ്റ്വീൻ 1 persistent ആൻഡ് നോൺ പെർസിസ്റ്റൻ്റ്. രണ്ടും ഇതിൻ്റെ ഇടയ്ക്കുള്ളതാണ് P persistent എന്ന് പറയാം. when the
നോഡ് ഇസ് റെഡി ടു ട്രാൻസ്മിറ്റ് ആണെങ്കിൽ സെൻസസ് ദ മീഡിയം ഐഡിൽ ഓർ ബിസി. ഇഫ് ബിസി ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് സെൻസസ് ദ മീഡിയം കണ്ടിന്യൂസ്ലി until it becomes idle, then transmit with probability. എന്നിട്ട് അത് എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. അതൊരു ഏകദേശം വെച്ചിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ബിസി ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്, അത് ഐഡിലാവുന്നവരെ. എന്നിട്ട് ഒരു പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം വെച്ചിട്ട്, ഇത് ഫുള്ളും അല്ല പിന്നത്തെ ഉള്ളത് വെച്ചിട്ടാണ് നോക്കുക. ഇഫ് ദ നോഡ് ഡസ് നോട്ട് ട്രാൻസ്മിറ്റ്, ഇറ്റ് വെയിറ്റ്സ് അൺടിൽ ഇറ്റ് ഹാസ് ടൈം സ്ലോട്ട്. അപ്പോൾ അതിനി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുക, അങ്ങനെ നോക്കും. ഇത് അൺടിൽ ഒരു ടൈം സ്ലോട്ട് വരുന്ന വരെ ഇത് വെയിറ്റ് ചെയ്യും. അതാണ് ഒരു ടൈം സ്ലോട്ട് വരുന്ന വരെ ഒരു വെയിറ്റ് ചെയ്യും. അതായത് ആദ്യം കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്യും. അത് ബിസി ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ബിസി ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഐഡിലാവുന്നവരെ നോക്കും. ഐഡിലായി കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റ്സ് വിത്ത് പ്രോബബിലിറ്റി. ഓക്കെ, ഒരു എന്താ പറയുക, പ്രോബബിൾ വാല്യൂ വെച്ചിട്ട് ചെയ്യും. ദ നോഡ് ഡസ് നോട്ട് ട്രാൻസ്മിറ്റ് ഇറ്റ് വെയിറ്റ്സ് അണ്ടിൽ ദ ടൈം സ്ലോട്ട്. ഇനിയിപ്പോൾ ആദ്യത്തെ പ്രാവശ്യം അയച്ചു, പിന്നത്തെ പ്രാവശ്യം അയച്ചില്ല, അങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇനി അതുപോലെ ട്രാൻസ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ഇനി അടുത്ത ടൈം സ്ലോട്ട് വരെ അത് വെയിറ്റ് ചെയ്യും. If the medium is idle, it transmits again with the same probability. Okay. അപ്പോൾ നമ്മൾ ആ ഒരു ട്രാൻസ്മിറ്റ് ചെയ്യും. പക്ഷെ അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും, അടുത്ത ടൈം സ്ലോട്ട് വരെ അത് വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ അയക്കുക. ആ സെയിം പ്രോബബിലിറ്റി വെച്ചിട്ട് തന്നെ. ഓക്കെ, ഇത് CAയിലൊക്കെയാണ് യൂസ് ചെയ്യുക. CSMA CA സിസ്റ്റത്തിലാണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് O persistent. O persistent എന്ന് പറഞ്ഞാൽ ഇത് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈച്ച് നോഡ് ഈസ് അസൈൻഡ് എ ട്രാൻസ്മിഷൻ ഓർഡർ ബൈ എ സൂപ്പർവൈസറി നോഡ്. ഇതിപ്പോൾ ഒരു ഐഡിൽ നോഡ്സ് വെയിറ്റ് ഫോർ ദ ടൈം സ്ലോട്ട്. മീഡിയം ഐഡിലായിട്ടുണ്ടെങ്കിലും ഇത് എന്ത് ചെയ്യും, ഒരു ടൈം സ്ലോട്ട്, അതായത് ആ ട്രാൻസ്മിഷൻ ഓർഡർ അനുസരിച്ചിട്ട് അസൈൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ആദ്യത്തെ ഡേറ്റ ഇത്ര ടൈം സ്ലോട്ടിലാണ് പോകേണ്ടത്, രണ്ടാമത്തെ ഡേറ്റ ഈ ടൈം സ്ലോട്ട്. അപ്പോൾ അവിടെ ഐഡിലാണെന്നുണ്ടെങ്കിൽ മാത്രം ആ സമയവും ടൈം സ്ലോട്ട് അനുസരിച്ചിട്ടേ ഇത് പോവുള്ളൂ. ആ ടൈം സ്ലോട്ടിൽ അവിടെ ബിസി ആണെന്നുണ്ടെങ്കിൽ പിന്നെ പോലെ പിന്നെ വെയിറ്റ് ചെയ്യും. അതാണ് O persistent. ഓക്കെ, ഇതാണ് O persistent എന്ന് പറയുന്നത്. The next, the node assigned to transmit first transmits immediately. പിന്നെ അത് അടുത്ത ടൈം സ്ലോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. എന്നിട്ട് അത് ട്രാൻസ്മിഷൻ ഫ്രം വേറെ ഏതെങ്കിലും നോട്ട്സ് മുഖേന വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അസൈൻഡ് ഓർഡർ പ്രകാരം നോക്കുന്നു. ഇതാണ് O persistent. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് CSMA CD. CD പറഞ്ഞാൽ കൊളീഷൻ ഡിഡക്ഷൻ. ഇതെന്താ ശരിക്കും പറയണത്, ഈ കൊളീഷൻ ഉണ്ടെങ്കിൽ അത് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് by checking the level of energy. A station can sense the collision by checking the level of energy in a channel. ചാനലിലുള്ള കൊളീഷൻ നോക്കിയിട്ടാണ്. അതിൽ 3 വാല്യൂസ് ഉണ്ട്, 0, നോർമൽ, അബ്നോർമൽ എന്ന് പറയും. 0 ലെവലാണെന്നുണ്ടെങ്കിൽ ചാനൽ സൈഡിലാണെന്ന് അറിയാം. നോർമൽ എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ ഹാസ് ക്യാപ്ചേർഡ് സക്സസ്ഫുള്ളി ദ ചാനൽ, സക്സസ്ഫുള്ളി ആൻഡ് ഇറ്റ് സെൻഡിങ് ഇറ്റ്സ് ഫ്രെയിം. 0 ലെവൽ എന്ന് പറഞ്ഞാൽ ചാനൽ ഐഡിലാണെന്ന് അറിയും. നോർമലാണെന്ന് വെച്ചാൽ അത് ആ ചാനൽ സെലക്ട് ചെയ്തിട്ട് ഫ്രെയിം സെൻഡ് ചെയ്യും. അബ്നോർമൽ എന്ന് പറഞ്ഞാൽ അതിലെന്തോ എറർ ഉണ്ടെന്ന് അർത്ഥം, ഒരു കൊളീഷൻ ഉണ്ടെന്ന് അർത്ഥം. ആ എനർജി ലെവൽ എന്നുള്ളത് നോർമൽ വാല്യൂക്കാളും ഡബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, ഇപ്പോൾ 4 സ്റ്റേഷൻസ് ഉണ്ട്, ഇതിന്നൊരു ബിറ്റ് ഞാൻ അയക്കുകയാണ്. അതേപോലെ ഈ എയും സിയും ആണ് ഞാൻ ആദ്യം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. എ ആണെങ്കിൽ ഫോർവേഡ് മാത്രം പോകുന്നുള്ളൂ, സി ആണെങ്കിൽ ഇങ്ങോട്ടും പോവും ഇങ്ങോട്ടും പോവും. ഓക്കെ, അപ്പോൾ അത് ഈ സൈഡ് പോകുമ്പോൾ വരുന്ന ഈ എന്ന് വരുന്ന ബിറ്റും സിന്ന് വരുന്ന ബിറ്റും കൂടിയിട്ട് ഒരു ഇതിൽ കൊളീഷൻ അക്കേഴ്സ്. ഓക്കെ, ഇതാണ് കൊളീഷൻ ഡിഡക്ഷൻ എന്ന് പറയുന്നത്. കൊളീഷൻ വരും. ഓക്കെ, അപ്പോൾ ആ സമയത്തിലാണ് നമുക്ക് ട്രാൻസ്മിഷൻ ടൈം എന്നുള്ളത്
ഈ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള സമയത്താണ് നമുക്ക് ട്രാൻസ്മിഷൻ ടൈം എന്നുള്ളതിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അറ്റ് ടൈം T1 സ്റ്റേഷൻ എ ഹാസ് എക്സിക്യൂട്ടഡ് സ്റ്റാർട്ട് സെൻഡിങ്. ടൈം 2 സ്റ്റേഷൻ സി ഹാസ് നോട്ട് യെറ്റ് സെൻസ്ഡ് ദ ഫസ്റ്റ് ബിറ്റ് സെൻഡ് ബൈ എ. സി എന്നുള്ളത് അതിൻ്റെ പ്രൊസീജിയർ പ്രകാരം സ്റ്റാർട്ട് സെൻഡിങ് ദ ബിറ്റ്. ഇത് കൊളീഷൻ വരുന്നത് എവിടെയാണ്? സംടൈം ആഫ്റ്റർ ടൈം 2 സ്റ്റേഷൻ എ ഡിറ്റക്ട്സ് കൊല്യൂഷൻ അറ്റ് ടൈം T4. അങ്ങനെ രണ്ടുമാണ് നമുക്ക് കൊളീഷൻ ടൈം വരുന്ന ടൈം എന്നുള്ളത്. ഓക്കെ, ഇതാണ് നമുക്ക് സി ഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സി എ. സി എ എന്ന് പറഞ്ഞാൽ കൊളീഷൻ അവോയ്ഡൻസ്. ഓക്കെ, അതെന്തിനാണ്? CSMA പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ മൾട്ടിപ്പിൾ ആക്സസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇഫ് ദ മീഡിയം ഈസ് സെൻസ്ഡ് ബിസി ബിഫോർ ട്രാൻസ്മിഷൻ ദെൻ ദ ട്രാൻസ്മിഷൻ മീൻസ് ഡിഫേർഡ് ഫോർ എ റാൻഡം ഇൻ്റർവൽ. അതൊരു പെർട്ടിക്കുലർ റാൻഡം ആ ഒരു ഗ്യാപ്പ് കൊടുക്കും, മനസ്സിലായ? അപ്പോൾ ബിസി ആണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു പെർട്ടിക്കുലർ റാൻഡം ടൈം കഴിഞ്ഞിട്ടേ ഇത് വരുള്ളൂ. ദിസ് ഇൻ്റർവൽ റെഡ്യൂസസ് ദാറ്റ് 2 or more nodes waiting to transmit will simultaneously begin transmission upon termination of the defected transmission. അപ്പോൾ ആ സമയത്ത് വേറെ വേറെ നോട്ട്സോ അല്ലെങ്കിൽ വേറെ വേറെ ഇതോ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം. ഈ കൊളീഷൻസ് അവോയ്ഡ് ചെയ്യാൻ 3 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നുണ്ട് ഇൻ്റർഫ്രെയിം സ്പേസ്, കണ്ടൻഷൻ വിൻഡോ, അക്നോളജ്മെൻറ്റ്. ഇൻ്റർഫ്രെയിം സ്പേസ് IFS എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു ideal channel is focused, the station does not send immediately, it waits for a period of time called IFS. ഇപ്പോൾ ഒരു മീഡിയം എന്നുള്ളത് ഐഡിയലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യാം, മീഡിയം ഐഡിയലാണെങ്കിൽ അപ്പോൾ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യും. പക്ഷേ ഇതിലങ്ങനെയല്ല, അപ്പോൾ തന്നെ അയക്കില്ല, അത് ഒരു പെർട്ടിക്കുലർ ടൈം വരെ വെയിറ്റ് ചെയ്യും. അതിനെയാണ് ഇൻ്റർഫ്രെയിം സ്പേസ് എന്ന് പറയുന്നത് ടൈം. ഈ ടൈം എന്നുള്ളത് അലോസ് ദ ഫ്രണ്ട് ഓഫ് ദി ട്രാൻസ്മിറ്റഡ് സിഗ്നൽ ബൈ ദ ഡിസ്റ്റൻസ് സ്റ്റേഷൻ ടു റീച്ച് ദ സ്റ്റേഷൻ. അതായത് ഈ ആദ്യത്തെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ വേറെ സ്റ്റേഷനിലുള്ളതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് കൊടുക്കുന്നത്. ഇറ്റ് അലോസ് ദ ഫ്രണ്ട് ഓഫ് ദ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ ബൈ ദി ഡിസ്റ്റൻറ്റ് സ്റ്റേഷൻ ടു റീച്ച് ദി സ്റ്റേഷൻ. അത് രണ്ടിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. ആഫ്റ്റർ വെയിറ്റിംഗ് ദ IFS ടൈം ഇഫ് ദ ചാനൽ ഈസ് സ്റ്റിൽ ഐഡിൽ ദ സ്റ്റേഷൻ ക്യാൻ സെൻഡ്. അത് ആ ഒരു IFS പീരീഡിൽ നോക്കും. ഓക്കെ, IFS എന്ന് പറഞ്ഞാൽ ഇൻ്റർഫ്രെയിം, 2 ഫ്രെയിമിൻ്റെ ഇടയ്ക്ക്. അതായത് ഒരു ട്രാൻസ്മിഷൻ മീഡിയം ഐഡിയലാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അയക്കില്ല. ഇറ്റ് വെയിറ്റ്സ് ഫോർ സം ടൈം. ഓക്കെ, അതിനൊരു ടൈം അലോട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ടൈം അലോട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഐഡിയലാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഡേറ്റ സെൻഡ് ചെയ്യുള്ളൂ. ഇതൊക്കെ നമുക്ക് കൊളീഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നോക്കും, ഇടയ്ക്ക് ഒരു ബസ് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോസ് ചെയ്ത് പോകാൻ നോക്കല്ല, അത് ഫുള്ളും ട്രാഫിക്കൊക്കെ പോയി കഴിഞ്ഞ് വരില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ പോവുള്ളൂ. അതുപോലെയാണ് CA. ഓക്കെ, second condition is contention window. It is an amount of time divided into slot. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ സ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. It is set to 1 slot the first time, then doubles each time the station cannot detect an idle channel after the IFS time. ഇത് എന്ത് ചെയ്യും? ആദ്യത്തെ ഫസ്റ്റ് ടൈമിൽ കണ്ടൻഷൻ വിൻഡോ എന്ന് പറഞ്ഞാൽ ഇതിന് കുറേ സ്ലോട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ടോട്ടൽ ടൈം ഉണ്ടാവുമല്ലോ, ആ ഒരു പെർട്ടിക്കുലർ ടൈമിനെ കുറേ ടൈം സ്ലോട്ടിൽ ചെയ്യണം. അപ്പോൾ ആദ്യം ഇതിന് നമ്മൾ ഒരു സ്ലോട്ടിൽ വെച്ചിട്ട് ടൈം സ്ലോട്ട് വെച്ച് കൊടുത്തു. പിന്നെ അത് ആ ടൈം സ്ലോട്ടിൻ്റെ ഇരട്ടി ഓരോ പ്രാവശ്യം കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ചാനൽ ആ IFS ടൈം കഴിയുന്നവരെ നോക്കിയിട്ട് പിന്നെയാണ് നമ്മൾ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. എന്നിട്ടും മീഡിയം ഐഡിയലാണെന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് അക്നോളജ്മെൻറ്റ്. അക്നോളജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അക്നോളജ്മെൻറ്റ് ആൻഡ് ദ ടൈം ഔട്ട് ടൈമർ ക്യാൻ ഹെൽപ്പ് ദ ഗ്യാരണ്ടി. അത് നമുക്ക് റിസീവറിന് നമുക്ക് കിട്ടണം.
അക്നോളജ്മെൻറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് സെൻഡ് ചെയ്യുള്ളൂ. അങ്ങനത്തെ ഒരു പ്രൊസീജിയറുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ CSMA CAയിൽ പറയുന്ന 3 കണ്ടീഷൻസ്. ഏതൊക്കെയാണ് 3 കണ്ടീഷൻസ്? ഇൻ്റർഫറൻസ് സ്പേസ്, കണ്ടൻഷൻ വിൻഡോ, അക്നോളജ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് നമ്മൾ 3 ടൈപ്പ് നോക്കിയല്ലോ, റാൻഡം ആക്സസ്, കൺട്രോൾഡ് ആക്സസ് ആൻഡ് അനദർ വൺ ചാനലൈസേഷൻ പ്രോട്ടോക്കോൾ. ഇതിൽ രണ്ടാമത്തെ കണ്ടീഷനാണ് കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോക്കോൾസ്. ഇതിൽ നമുക്ക് 3 പ്രോട്ടോക്കോൾസ് ഉണ്ട്. ഈ കൺട്രോൾഡ് ആക്സസ് എന്താണെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഡിവൈസസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആക്സസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോക്കോൾസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യും, ഓരോ സ്റ്റേഷൻസും കൺസൾട്ട് വൺ അനദർ ടു ഫൈൻഡ് വിച്ച് സ്റ്റേഷൻ ഹാസ് ദ റൈറ്റ് ടു സെൻഡ്. ഇത് കുറേ സ്റ്റേഷൻസ് ഉണ്ടെങ്കിൽ ഏത് സ്റ്റേഷനാണെന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം അത് ആ സ്റ്റേഷനാണ് അവർ തമ്മിൽ തീരുമാനിച്ചിട്ട് അന്ന് നീ പൊക്കോ, നിങ്ങൾ ആദ്യം സെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വേണം സെൻഡ് ചെയ്യാൻ. അങ്ങനെ മൾട്ടിപ്പിൾ ആക്സസിലാണ് ഇത് വരിക. ഓക്കെ, അപ്പോൾ ഇത് അതിൽ 3 പ്രോട്ടോക്കോൾസ് ഉണ്ട്. ഒന്ന് റിസർവേഷൻ, നെക്സ്റ്റ് വൺ ഈസ് പോളിംഗ് ആൻഡ് തേർഡ് വൺ ഈസ് ടോക്കൺ റിംഗ് പാസിംഗ്. ഓക്കെ, റിസർവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഏത് സ്റ്റേഷനാണ് പോകണമെന്നുള്ളത് ആദ്യം നമ്മൾ റിസർവ് ചെയ്യുക, ഡേറ്റ സെൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ. അപ്പോൾ ആ റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് ഇത്ര ടൈമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഓരോ ഇൻ്റർവെല്ലിലും റിസർവേഷൻ ഫ്രെയിം പ്രൊസീഡ്സ് ദ ഡേറ്റ ഫ്രെയിം സെൻഡ് ഇൻ ദറ്റ് ഇൻ്റർവെൽ. ആ ഇൻ്റർവെല്ലിൽ നമുക്ക് അയക്കും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഓരോ റിസർവേഷൻ ബേസ് ചെയ്ത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ N സ്റ്റേഷൻസ് ഉണ്ടെങ്കിൽ N റിസർവേഷൻസ് ഉണ്ടാവും, മിനി സ്ലോട്ട്സുകൾ ഉണ്ടാവും. ഉദാഹരണം ഇതാണ് ഓരോ ഫ്രെയിംസ്. ഓക്കെ, ഇതിൽ ഞാൻ ഇവിടെ റിസർവ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ചാനൽ റിസർവ് ചെയ്ത ഡേറ്റ സ്റ്റേഷൻ ഈസ് 1. ഇതിൽ ഞാൻ 3 റിസർവ് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റും തേർഡും ഫോർത്തും. അപ്പോൾ അതിൻ്റെ ഡേറ്റ കറക്റ്റ്. ഓക്കെ, സോ ഇൻ ദ ഫസ്റ്റ് ഇൻ്റർവെൽ only stations 1, 3, 4 have made reservations. അപ്പോൾ ഇതൊക്കെ ഡേറ്റ സ്റ്റേഷൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് റിസർവ് ചെയ്തു, സെക്കൻഡ് റിസർവ് ചെയ്തു, തേർഡ് റിസർവ് ചെയ്തു. അടുത്ത ഫ്രെയിമിൽ രണ്ടാമത്തെ ഇൻ്റർവെൽ. ഇതൊക്കെ ഓരോ ഇൻ്റർവെല്ലായിട്ട് ഞാൻ തരംതിരിച്ചേക്കുകയാണ്. അപ്പോൾ ഓരോ ഇൻ്റർവെല്ലിലും ഓരോന്ന് ബേസ് ചെയ്തിട്ട് ഇങ്ങനെ വരും. ഇത് ഫസ്റ്റും ഇത് സെക്കൻഡും. സോ ഇതാണ് നമ്മളുടെ റിസർവേഷൻ സ്കീം. നെക്സ്റ്റ് വൺ ഈസ് പോളിംഗ്. പോളിംഗ് നമ്മൾ മറ്റേൽ നോക്കിയ പോലെ തന്നെ, പോൾ ആൻഡ് സെലക്ട് മെത്തേഡ് നോക്കിയ പോലെ തന്നെ പ്രൈമറി സ്റ്റേഷൻസ് ഉണ്ടാവും, സെക്കൻഡറി സ്റ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ പ്രൈമറി സ്റ്റേഷൻസ് ആദ്യം എന്ത് ചെയ്യും, ഏത് സെക്കൻഡറി സ്റ്റേഷനിൽ അയക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം പോളിംഗ്. ഓക്കെ, അറിയൂ ഓക്കെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയക്കട്ടെ എന്നുള്ളത് ഒരു പോൾ ചെയ്ത് നോക്കും. അപ്പോൾ അവിടെ നിന്ന് നെഗറ്റീവാണ് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെയും പോൾ ചെയ്യുക. ഓക്കെ, അതായത് പോൾ ചെയ്യും, നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് വന്നു, പിന്നെ പോൾ ചെയ്തു, അപ്പോൾ ഡേറ്റ് അയച്ചു, പിന്നെ അക്നോളജ്മെൻറ്റ്. അപ്പോൾ പിന്നെ നമ്മൾ അക്നോളജ്മെൻറ്റ് വന്ന് പിന്നെ നമുക്ക് അതനുസരിച്ചിട്ട് ഡേറ്റ കൊടുക്കാം. ഇത് പിന്നെ നമുക്ക് ഡേറ്റ വരും, അക്നോളജ്മെൻറ്റ് അയച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഡേറ്റ കൊടുക്കുക. ഓക്കെ, ഇതാണ് സെക്കൻഡറി സ്റ്റേഷൻ. ഇപ്പോൾ ഇവിടെ അക്നോളജ്മെൻറ്റ് ഇതിലില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ സെലക്ഷൻ ബിയും വേണമെങ്കിൽ നോക്കാം. ഏത് സ്റ്റേഷൻ ബി വേണമെങ്കിൽ, സെക്കൻഡറി സ്റ്റേഷൻസ് ബി വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഈ 4 എന്നുള്ളത് ബിയിലാണ് വരിക കേട്ടോ, സെക്കൻഡിലാണ് പോൾ ചെയ്യുക. അതായത് പോൾ ആദ്യം നോക്കും, അക്നോളജ്മെൻറ്റ് അടുത്ത പോൾ ഇവിടെയാണ് വരുന്നത്. ഞാൻ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്, തെറ്റാണ്. ഇതിൻ്റെ അടുത്ത് ബുക്ക് റെഫർ ചെയ്താൽ അറിയാൻ പറ്റും. ഈ പോളിൽ നിന്ന് സെക്കൻഡിലേക്ക് വരും, പിന്നെ അതിന് ശേഷം ഡേറ്റ കൊടുക്കുക, പിന്നെ അക്നോളജ് ചെയ്യുക, അങ്ങനെ മാറി വരും. ആദ്യത്തെ പോൾ നെഗറ്റീവ് പറഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേഷൻ നോക്കുകയാണ് കേട്ടോ. ഇത് മറ്റേ പോൾ ആൻഡ് സെലക്ട് സ്കീം തന്നെയാണ്. നെക്സ്റ്റ് വൺ ഈസ് ടോക്കൺ പാസിംഗ് പ്രോട്ടോക്കോൾ. ടോക്കൺ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് സ്റ്റേഷൻസ് ഒക്കെ എങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും, ഒരു റിങ് ബേസിസിൽ ഇങ്ങനെ അയച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഓരോ സ്റ്റേഷൻസാണ്. ഓക്കെ, ഓരോ സ്റ്റേഷനും ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവും, സക്സസർ ഉണ്ടാവും. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ വിച്ച് ഈസ് ലോജിക്കലി ബിഫോർ ദ സ്റ്റേഷൻ ഇൻ ദ റിങ്. ഓക്കെ, ഈ സ്റ്റേഷന് മുന്നേ ഉള്ളതാണ് പ്രൊഡ്യൂസർ. അതായത് ഈ സ്റ്റേഷനാണ് ഇപ്പോൾ എടുത്തത്, ഇതിന് മുന്നേ ഉള്ളത് പ്രൊഡ്യൂസർ, ഇതിന് ശേഷം സക്സസർ. ഓക്കെ, വിച്ച് ഈസ് ആഫ്റ്റർ ദ സ്റ്റേഷൻ ഇസ് ദ റിങ്. ഇങ്ങനെയാണ്
ട്രാൻസ്മിഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ദ കറണ്ട് സ്റ്റേഷൻ ഈസ് ദ വൺ ഈസ് ആക്സസിങ് ദ ചാനൽ. ഇതാണ് ഇപ്പോൾ ഞാൻ ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നുള്ളത് പ്രൊഡ്യൂസർ, ഇത് സക്സസർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മുന്നുള്ളതും ഇത് സക്സസറും. ഓക്കെ, ഇതിൽ അറിയുന്നത് എന്താ വെച്ചാൽ ഒരു സ്പെഷ്യൽ പാക്കറ്റ് കോൾഡ് ടോക്കൺ. ഇതാണ് ടോക്കൺ. ടോക്കൺ സർക്കുലേറ്റ്സ് ത്രൂ ദ റിംഗ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ടോക്കൺ. The possession of the token gives the station the right to access the channel and sensitive data. ഇത് എന്ത് ചെയ്യും? ഇത് എവിടെ പോയി നിൽക്കുന്നോ അപ്പോൾ ആ സ്റ്റേഷനിലാണ് ചെയ്യേണ്ടത്, ആ സ്റ്റേഷനാണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് നമ്മൾ കൊടുക്കുകയാണ്, ആക്സസ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ടോക്കൺ ഇവിടെയാണ് വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേഷനാണ് അടുത്ത് സെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൽ ഡേറ്റ ഉണ്ടെങ്കിൽ ഡേറ്റ സെൻഡ് ചെയ്യും, അങ്ങനെ ഇല്ലെങ്കിൽ ഈ ടോക്കണെ അങ്ങോട്ട് പാസ് ചെയ്യും അടുത്ത സ്റ്റേഷനിലേക്ക്. ഓക്കെ, when the station has some data to send, it waits until it receives the token from its producer. It holds the token and sends its data. അതിന് ഡേറ്റ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? ടോക്കൺ വരുന്നവരെ വെയിറ്റ് ചെയ്യും. പ്രൊഡ്യൂസർ അതിൻ്റെ മുന്നത്തെ ഇതിൽ നിന്ന് ടോക്കൺ വരുന്നവരെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് ആ ടോക്കൺ അവിടെ നിർത്തിയിട്ട് ഡേറ്റ സെൻഡ് ചെയ്യും. When the station has no more data, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? releases the token passing to the next station in the ring. ഓക്കെ, ഇങ്ങനെയാണ് റിംഗിൽ ചെയ്യുക. ഈ ടോക്കൺ മാനേജ്മെൻ്റ് ആണ് നമുക്ക് ശരിക്കും ആക്സസ് മെത്തേഡിൽ ആവശ്യം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ടോക്കൺ പാസിംഗ് പ്രോട്ടോക്കോൾ. എല്ലാത്തിനും നിങ്ങൾ ഡയഗ്രാം ബേസ് ചെയ്തിട്ട് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏതൊക്കെ നോക്കിയിരുന്നു? First one is link access procedures. നമുക്ക് പോയിന്റ് ടു പോയിന്റ് കണക്ഷൻസ് എന്താണ്? യൂസിങ് ബ്രോഡ്കാസ്റ്റ് ചാനൽസ്. അതിൽ എത്ര 3 ഗ്രൂപ്പ് ഉണ്ട്: റാൻഡം ആക്സസ് പ്രോട്ടോക്കോൾ, കൺട്രോൾ ആക്സസ് പ്രോട്ടോക്കോൾസ്, ഇനി തരം ചാനലൈസേഷൻ പ്രോട്ടോക്കോൾസ്. റാൻഡം ആക്സസിൽ അലോഹയിൽ 2 ടൈപ്പ് ഉണ്ട്: പ്യുവർ അലോഹ ആൻഡ് സ്ലോട്ടഡ് അലോഹ. CSMA ഉണ്ട്, CSMA CD, CSMA CA ഉണ്ട്. CSMAയിൽ നമുക്ക് മെത്തേഡ്സ് ഉണ്ട്. അതുപോലെ റാൻഡം ആക്സസിൽ അലോഹയിൽ 2 പറഞ്ഞിട്ടുണ്ട്: സ്ലോട്ടഡ് ആൻഡ് അലോഹ. CSMAയിൽ പിന്നെ CSMAയിൽ തന്നെ നമുക്ക് 4 അൽഗോരിതമാണ് പറയുന്നത്: 1 പെർസിസ്റ്റൻറ്റ്, നോൺ പെർസിസ്റ്റൻറ്റ്, P പെർസിസ്റ്റൻറ്റ്, O പെർസിസ്റ്റൻറ്റ്. 4 എന്താണെന്ന് പറഞ്ഞു. CD എന്നുള്ളത് കൊളീഷൻ ഡിറ്റക്ഷനാണ്. അതിൽ നമുക്ക് 3 ലെവലുണ്ട്, അത് പറയാം. CSMA CA എന്ന് പറഞ്ഞാൽ കൊളീഷൻ അവോയ്ഡൻസ്, അതാണ് പറയാം. അതിൽ നമുക്ക് കൊളീഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 മെത്തേഡ് പറഞ്ഞു: ഇൻ്റർഫ്രെയിം, സ്പേസ്, കണ്ടൻഷൻ വിൻഡോ, അക്നോളജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് 3 കഴിഞ്ഞു. കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോക്കോൾ. അതിൽ നമുക്ക് 3 ടൈപ്പാണ് പറഞ്ഞത്. 3 പ്രോട്ടോക്കോൾസ് ഉണ്ട്: റിസർവേഷൻ, പോളിംഗ്, ടോക്കൺ റിംഗ് പാസിംഗ്. റിസർവേഷൻ നമ്മൾ റിസർവ് ചെയ്യും, പോളിംഗിൽ നമ്മൾ പോൾ ചെയ്യുക. ടോക്കൺ പാസിംഗ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ റിംഗ് മെത്തേഡിലാണ്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. നിങ്ങൾ നോട്ട് ചെയ്യുക, എഴുതി വയ്ക്കുക, നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഒരു സെക്ഷനും കൂടി ഉണ്ട്, അതോടെ കഴിഞ്ഞാൽ ഈ 3rd ചാപ്റ്റർ കഴിയും. ഓക്കെ, ഇപ്പോൾ ഡീസീഡാവും. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ തരാം, അത് നിങ്ങൾ നോട്ടിൽ എഴുതണം കേട്ടോ. ഓക്കെ, താങ്ക് യു.